إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കാരുണ്യവാനായ ലോകരക്ഷിതാവിന്റെ നമ്മുടെ റബ്ബിന്റെ നിയമ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ പൂർണ്ണമായും സൂക്ഷിച്ച് അവർ കീഴൊതുങ്ങി മുത്തഖികളായി ജീവിക്കണേ എന്ന് ആദ്യമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോരുത്തരോടും ഒന്നാമതായി കൊണ്ട് വസിയത്ത് ചെയ്യുകയും മഹാനായ നമ്മുടെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് പാത അനുസരിച്ചുകൊണ്ട് അറഫ നോമ്പ് എടുത്തവരാണ് നമ്മിൽ ഭൂരിഭാഗം ആളുകളും. അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ലക്ഷക്കണക്കിന് വിശ്വാസികൾ പുണ്യഗ്രഹത്തിങ്കിൽ ഹജ്ജിന്റെ സുപ്രധാനമായ കർമ്മങ്ങളിലാണ് ഇപ്പോഴുള്ളത്. പ്രയാസങ്ങളില്ലാതെ ഹജ്ജ് പൂർത്തീകരിക്കാനും മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യാനും സ്വന്തം നാട്ടിലേക്ക് സന്തോഷത്തോടുകൂടി മടങ്ങിച്ചെല്ലാനുള്ള തൗഫീഖ് അള്ളാഹു അവർക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാണ്. ഹാജിമാരായ ആളുകൾ ഇന്നലെ അറഫയിൽ സമ്മേളിച്ചു. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അറഫയിൽ നിന്നവന് ഹജ്ജ് ലഭിച്ചു എന്നാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാമിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിവസത്തിൽ അതിനേക്കാൾ നരകത്തിൽ നിന്നും ഒരടിമയെ അല്ലാഹു മോചിപ്പിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ദിവസവും ഇല്ല എന്നുള്ളതാണ്. അങ്ങോട്ട് വരുന്ന ആളുകളെ കുറിച്ച് അഭിമാനത്തോടു കൂടി അല്ലാഹു പറയും, വളരെ അഭിമാനത്തോടു കൂടി പറയും, പൊടിപുരണ്ട ശരീരവുമായി ജടപിടിച്ച തലയുമായി കൊണ്ട് എന്റെ ദാസന്മാർ, എന്റെ അടിമകൾ എന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് വന്നത് നോക്കൂ എന്ന് അഭിമാനത്തോടു കൂടി അള്ളാഹു പറയുന്ന നിമിഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഹിജ്റ 10ാമത്തെ വർഷത്തിൽ
അറഫയിൽ ഹജ്ജിനോടനുബന്ധിച്ച് നടന്ന പ്രഭാഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ പ്രസംഗമായി കണക്കാക്കപ്പെടുകയാണ്. ആ പ്രഭാഷണത്തിനാണ് ഹജ്ജത്തുൽ വിദാ അല്ലെങ്കിൽ ഹജ്ജത്തുൽ വദാ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്നത്തെ അറഫ പ്രസംഗം വികാരാതീതമായിരുന്നു, മനോഹരമായിരുന്നു, ലോകത്തിന് വലിയ സന്ദേശങ്ങൾ നൽകുന്നതായിരുന്നു. അതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. അയ്യുഹന്നാസ് ഇസ്മഊ മിന്നി ഉബയ്യിൻ ലക്കും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ മൗഖിഫി ഹാദാ. ഈ സ്ഥലത്ത് വെച്ച് ഇതേ വർഷം ഇക്കൊല്ലത്തിന് ശേഷം നിങ്ങളെ കാണാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. അത് അവർക്ക് സഹിക്കാൻ കഴിയുന്ന ഒരു വാക്കായിരുന്നില്ല. കാരണം സത്യത്തിൽ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ചവരായിരുന്നു സ്വഹാബത്ത്. സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും എന്റെ റസൂലിന് ഒരു പോറൽ പോലും ഏൽക്കരുത് എന്ന് യഥാർത്ഥത്തിൽ ജീവിതം കൊണ്ട് തെളിയിച്ചവർ അതിനുമാത്രം കഠിനമായി അവരെ സ്നേഹിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജായിരുന്നു. മറ്റൊരു ഹജ്ജ് അടുത്ത വർഷം കടന്നു വരുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തൊന്നും വിട പറയുകയാണ് ഉണ്ടായത്. യാ അയ്യുഹന്നാസ് ഖുദൂ അന്നി മനാസികകും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹ്ജു ബഅദ ആമി ഹാദാ. ഇതിനുശേഷം എന്നിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായും ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിച്ചെടുക്കണം. ഈ ഒരു വർഷത്തിന് ശേഷം നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു സൂചനയാണ് സൂറത്തുൻ നസ്റിന്റെ അവതരണം. സൂറത്തുൻ നസ്ർ എല്ലാവർക്കും കാണാതെ അറിയുന്നതാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ആ സൂറത്ത് അവതരിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യത്തിന്റെ സൂചനയായിക്കൊണ്ടാണ് മുഫസ്സിറുകൾ, അതായത് പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കൾ, പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നത്. അതോടുകൂടി ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് സഹാബത്ത് മനസ്സിലാക്കുകയാണ്. നമ്മളും ചിന്തിക്കേണ്ടത് നമ്മുടെ മരണത്തെ കുറിച്ചാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ മരണം വിദൂരത്താണ് എന്ന്. നമുക്ക് ചുറ്റും നമുക്ക് സമീപ സ്ഥലങ്ങളിൽ വെച്ച് എത്രയോ ചെറുപ്പക്കാരാണ്, എത്രയോ പ്രായം കുറഞ്ഞ ആളുകളാണ് വളരെ പെട്ടെന്ന് മരണപ്പെട്ടു പോയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മരണത്തെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. രണ്ടാമതായി അതിൽ പ്രധാനമായും പ്രതിപാദിച്ച ഒരു വിഷയമായിരുന്നു നമ്മുടെ രക്തവും ധനവും അഭിമാനവും പവിത്രമാണ്, അത് നമ്മൾ അന്യായമായി കവർന്നെടുക്കാൻ പാടില്ല എന്നതാണ്. മനുഷ്യന്റെ ജീവൻ പവിത്രവും ആദരണീയവുമാണ്. സകല മനുഷ്യരുടെയും ജീവൻ തുല്യമായ പ്രാധാന്യമുണ്ട്. ജാതി മത വർഗവർണ്ണ വൈജാത്യങ്ങളില്ലാതെ എല്ലാ ജീവനും പ്രധാനപ്പെട്ടതാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഇസ്രായിൽ വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു, പ്രത്യേകമായ ഒരു ആദരവ് നൽകിയിട്ടുണ്ട്. വഹമിൽനാഹും ഫിൽ ബരി വൽ ബഹർ, കടലിലും കരയിലും അവർക്ക് സഞ്ചരിക്കാനുള്ള വാഹനങ്ങളിൽ നാം വഹിപ്പിക്കുകയും ചെയ്തു. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്, ഏറ്റവും വിശിഷ്ടമായതിൽ നിന്നും അവർക്ക് നാം ഭക്ഷിക്കാൻ നൽകി. അല്ലാഹു ഭക്ഷണം നൽകി. വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ദീല, മറ്റു മിക്ക ജന്തുജാലങ്ങളിൽ നിന്നും ജീവികളിൽ നിന്നും പ്രത്യേകമായി കൊണ്ട് ആദം സന്തതികളെ, മനുഷ്യരെ നാം ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യമാണ് ഹജ്ജത്തുൽ വിദാഇൽ പറയുന്നത്. ഈ ദിവസം ഏതാണ് എന്ന് ചോദിച്ചു. സഹാബത്ത് മറുപടി പറഞ്ഞു, ഇന്ന് യൗമുൻ നഹറാണ്, അല്ലെ, അറവിന്റെ ദിവസമാണ്, പെരുന്നാൾ ദിവസത്തിനെ കുറിച്ച് പറഞ്ഞു. ഈ നാട് ഏതാണെന്ന് ചോദിച്ചു, ഈ മാസം ഏതാണെന്ന് ചോദിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഫഇന്ന ദിമാഉകും വ അംവാലുകും വ അഗ്റാദുകും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമികും ഹാദാ ഫീ ശഹരികും ഹാദാ ഫീ ബലദികും ഹാദാ ഇലാ യൗമ തൽഖൗനഹു. ഈ ദിവസത്തിന്റെ പ്രത്യേകത പോലെ തന്നെ, ഈ നാടിന്റെ പ്രത്യേകത പോലെ തന്നെ നിങ്ങളുടെ പരസ്പരം നിങ്ങളുടെ നാടിനും ഈ മാസത്തിൽ എന്ത് കൽപ്പിക്കുന്നുവോ, എന്ത് വില കൽപ്പിക്കുന്നുവോ അതുപോലെ പവിത്രമായി കരുതേണ്ടതാണ് നിങ്ങളുടെ അഭിമാനം. അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പത്ത് പരസ്പരം നിങ്ങൾ അഭിമാനത്തോടുകൂടി പരസ്പരം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ രക്തവും ധനവും എല്ലാം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അന്യായമായി ഒന്നും കവർന്നെടുക്കാൻ പാടില്ല എന്ന് വളരെ മനോഹരമായി അവിടെ പറഞ്ഞു എടുക്കുകയാണ്. അന്യായമായി ഒരാളെ വധിക്കാനോ രക്തം ചിന്താനോ ഇസ്ലാം അനുവദിക്കുന്നില്ല. യഥാർത്ഥ മുസ്ലിം എന്നത് ഒരു വർഗീയവാദിയാവുകയില്ല. മറ്റു മതസ്ഥനെ ആദരിക്കാനും അവന് വേണ്ട അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നവനുമാണ് ഒരു യഥാർത്ഥ മുസ്ലിം എന്നത്. ഒരിക്കലും ഒരു മുസ്ലിമിന് ഒരു വർഗീയവാദിയാവാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, അന്യായമായി കൊണ്ട് മറ്റൊരാളുടെ നേരെ ആയുധം ചൂണ്ടാൻ പോലും സാധിക്കുകയില്ല എന്നാണ്, പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആയുധം കൊണ്ട് ആക്രമിക്കാൻ പാടില്ല എന്നല്ല, ആയുധം കൊണ്ട് ചൂണ്ടാൻ പോലും സാധ്യമല്ല, പാടില്ല എന്നതാണ്
ഈ കാലഘട്ടത്തിന്റെ മനോഹരമായ സന്ദേശങ്ങൾ, ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ, ഇത്രയും മനോഹരമായ സന്ദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടവാങ്ങൽ പ്രസംഗത്തിലെ മാനുഷിക മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന മനോഹരമായ അധ്യാപനങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചവർക്ക് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയാണ് നിങ്ങൾ എല്ലാവരും ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് എന്നാണ് പറയുന്നത്. അയ്യുഹന്നാസ് അലാ ഇന്ന റബ്ബകും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഒന്നാകുന്നു. പറയണം, മുഴുവൻ ജനങ്ങളോടുമായി പറയുകയാണ്, വൈന അബാകും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒന്നാണ്. അലാ ലാ ഫദ്ല ലി അറബിൻ വലാ അജമി, ഒരു അറബിക്കും ഒരു അനറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല. വലാ അജമിയിൻ അലാ അറബി, അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ യാതൊരു ശ്രേഷ്ഠതയില്ല. വലാ അഹ്മർ അലാ അസ്വദ് വലാ അസ്വദ അലാ അഹ്മർ, ഒരു കറുത്തവനും ഒരു ചുവന്നവനേക്കാളോ അല്ലെങ്കിൽ വെളുത്തവന് ചുവന്നവനേക്കാളോ കറുത്തവനേക്കാളോ ശ്രേഷ്ഠത ഒന്നുമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ, സൂക്ഷ്മത കൊണ്ടല്ലാതെ. അതാണ് ശ്രേഷ്ഠതയുടെ അടയാളം. നമ്മുടെ സൂക്ഷ്മതയും നമ്മുടെ ഭക്തിയുമാണ് അടയാളം, മറ്റൊന്നുമല്ല ശ്രേഷ്ഠതയുടെ അടയാളം. ആളുടെ വലുപ്പമോ ആളുടെ സ്ഥാനമോ ആളുടെ ശബ്ദമോ ആളുടെ ഗാംഭീര്യമോ അല്ലെങ്കിൽ ആളുടെ സമ്പത്തോ ഇതൊന്നുമല്ല പ്രധാനം. ആളുടെ തഖ്വയാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ജാഹിലിയ്യത്തിലെ തിന്മകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അല്ലെ, ജാഹിലിയ്യ കാലഘട്ടം നമുക്കറിയാം. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പോരടിച്ചിരുന്ന, ഒരുപാട് തിന്മകളുടെ ആഴിയിൽ ജീവിച്ചിരുന്ന ഒരു ഘട്ടമായിരുന്നു. അതുകൊണ്ട് അന്നുള്ള എല്ലാ കാര്യങ്ങളും ദുർബലപ്പെടുത്തിയിരിക്കുന്നു. അന്നത്തെ ഒരവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ പാടില്ല എന്നുള്ളതാണ്. അന്നുണ്ടായിരുന്ന പലിശ ഇടപാടുകൾ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെയുള്ള എല്ലാ തോന്നിയാസങ്ങളും, അന്നുണ്ടായിരുന്ന ഒരുപാട് തിന്മകൾ ചെയ്തിരുന്നു, അതെല്ലാം ദുർബലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. ആ ജാഹിലിയ്യത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അനാവശ്യമായി വെറുപ്പും വിദ്വേഷവും പകയും മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു ജാഹിലിയ്യ കാലഘട്ടം ഉണ്ടായിരുന്നു. മാത്രമല്ല അതിന്റെ പേരിൽ ഒന്നും രണ്ടും ദിവസങ്ങളല്ല, മാസങ്ങളല്ല, വർഷങ്ങൾ തന്നെ യുദ്ധം ചെയ്തിരുന്ന അവസ്ഥ അവർക്കുണ്ടായിരുന്നു ജാഹിലിയ്യ കാലഘട്ടത്തിൽ. നമ്മൾ മനസ്സിൽ പകയും വെറുപ്പും കൊണ്ടു നടക്കുന്ന ഒരു ജാഹിലിയ്യ കാലഘട്ടത്തിലേക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ പാടില്ല. വിട്ടുവീഴ്ചയുടെയും സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ആളുകളായി, പ്രതീകമായി, അതിന് മുന്നിൽ നിൽക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ജാഹിലിയ്യത്തിൽ തന്നെയാണ്. നമ്മൾ ഇസ്ലാമിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അത്തരം വൃത്തികേടുകൾ നമ്മുടെ മനസ്സിൽ നിന്നും ഒഴിവാക്കിയാൽ മാത്രമേ ഇസ്ലാമിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. 7 മഹാപാപങ്ങളെ പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ട് അത് പാടില്ലെന്ന് പറയുകയാണ്. അല്ലെ, 7 മഹാപാപങ്ങൾ നിങ്ങൾ വർജിക്കണം എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, അമാഹുന്ന, ഏതാണ് റസൂലുള്ളാഹ്, ഏതാണത്? അശ്ശിർകു ബില്ലാഹ് വസ്സിഹ്റു വഖത്ലുൻ നഫ്സി അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വഅക്ലു റിബ വഅക്ലു മാലി യതീം വതവല്ലി യൗമ സഹ് വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്. 7 മഹാപാപങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു. അശ്ശിർകു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. ഏറ്റവും വലിയ തിന്മ എന്നത് അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. മുസ്ലിം എന്ന പേരുണ്ടായിട്ട് കാര്യമില്ല. നമ്മളെ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കണം. ഏത് സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിലും അടിപതറാതെ തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തേത് സിഹറാണ്. മാരണം ചെയ്യുക എന്നത് ഗുരുതരമായ പാപമായിക്കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. മൂന്നാമതായിക്കൊണ്ട് അന്യായമായ കൊലപാതകമാണ്. നാലാമതായിക്കൊണ്ട് പഠിപ്പിച്ചത് പലിശയാണ്. പലിശ ഏറെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. മറ്റൊന്ന് യത്തീമിന്റെ ധനം അന്യായമായി കവർന്നെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒന്നിച്ച് വിശ്വസിച്ചുകൊണ്ട് ഒന്നിച്ച് ഒരു പടക്കളത്തിലേക്ക്, ഒരു പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് പെട്ടെന്ന് തിരിഞ്ഞോടുക എന്നുള്ള കൊടും ചതിയും മഹാപാപമാണ്. കൂട്ടത്തിൽ നിന്നും തിരിഞ്ഞു പോരുക എന്നുള്ളത്. അതുപോലെ തന്നെ വിശ്വാസിനികളായ നല്ലവരായ സദ്വൃത്തകളായ സ്ത്രീകളെ കുറിച്ച് അനാവശ്യമായ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുക എന്നതൊക്കെ 7 മഹാപാപങ്ങളിൽപ്പെട്ടതാണ്. അല്ലാതെ ഒരുപാട് മഹാപാപങ്ങൾ പണ്ഡിതന്മാർ എണ്ണീയിട്ടുണ്ട്. ഒരു ഹദീസിൽ വന്ന പ്രധാനപ്പെട്ട 7 എന്നും മാത്രം. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ് പലിശ എന്നത് പല മേഖലകളിലും നമ്മെ വല്ലാതെ പിടികൂടുന്ന ഒരു അവസ്ഥയുണ്ട്. വീട് വെക്കാനും വാഹനം വാങ്ങാനും കച്ചവടം തുടങ്ങാനും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയും വീട്ടിലെ ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടിയും ഒക്കെ പലിശയുമായി ബന്ധപ്പെടുന്ന വളരെ ശോചനീയമായ ഒരു അവസ്ഥ. അത് നമ്മെ തകർക്കും. തീർച്ചയായും അത് നമ്മെ നശിപ്പിക്കും. നമ്മെ കടത്തിൽ നിന്നും കടത്തിലേക്കും അവസാനം ജീവൻ നഷ്ടപ്പെടുന്നതിലേക്കും നമ്മെ എത്തിക്കും തീർച്ചയായും. അതുകൊണ്ട് പലിശയുമായി ഒരു നിലക്കും ബന്ധപ്പെടാതിരിക്കുക. വളരെ അനിവാര്യമായി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ചിലതിൽ പലിശയില്ലാതെ അതുമായി സഹകരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉള്ളത് കൊണ്ട് അത്തരം ചില ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ള നിലക്ക് ചില കാര്യങ്ങളിൽ ഇളവ് നൽകിയിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയോ കടം വാങ്ങാൻ വേണ്ടിയോ പലിശയുമായി യാതൊരു ബന്ധവും നമുക്കുണ്ടാകുമ്പോൾ അതിഗുരുതരമായ തിന്മയായിക്കൊണ്ടാണ്
ഇസ്ലാം അത് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്. ആ സഹോദരന്റെ തൃപ്തിയില്ലാതെ അന്യായമായ ധനം കരസ്ഥമാക്കാൻ ഒരാൾക്കും പാടില്ല എന്ന് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറിയെന്ന് മാത്രം. AI കാലഘട്ടമായപ്പോൾ തിന്മകളുടെ രൂപവും കോലവും ഒക്കെ മാറി. തട്ടിപ്പിന്റെ രൂപം മാറി. ഡിജിറ്റൽ മോഷണങ്ങളും തട്ടിപ്പുകളുമായി ഇന്നത് മാറി. ഏത് തരത്തിലാണെങ്കിലും ശരി, തെറ്റായത് അന്യായമായ ധനം കവർന്നെടുക്കുക എന്നുള്ളത് തിന്മയാണ് എന്നുള്ളത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ സ്ത്രീകളോട് മാന്യമായി പെരുമാറണം. സ്ത്രീകളെ സംരക്ഷിക്കുകയും സ്ത്രീകളെ ആദരവ് നൽകുകയും സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥാനം നൽകുകയും ചെയ്ത് ഇസ്ലാമിന്റെ കാലഘട്ടത്തിലാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ വളരെ മോശമായിരുന്നു സ്ത്രീകളുടെ അവസ്ഥ. അവരെ സംരക്ഷിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥയിലേക്ക്, ഉന്നതിയിലേക്ക് കൊണ്ടുവന്നു. അതേ ഇസ്ലാം തന്നെ ഇന്ന് പഴി കേൾക്കുകയാണ്. ഇസ്ലാം സ്ത്രീകൾക്ക് ആദരവ് നൽകുന്നില്ല, ഇസ്ലാം സ്ത്രീയെ അടിച്ചമർത്തുന്നു എന്നെല്ലാം നമ്മൾ കേൾക്കും. തിരുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കണം, സ്നേഹബുദ്ധിയെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം, ഏറ്റവും മനോഹരമായ അത്തരം കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. സ്ത്രീയെ ബഹുമാനിച്ച അത്രമാത്രം, സ്ത്രീയെ ആദരിച്ച അത്രമാത്രം, ഇസ്ലാം ആദരിച്ച അത്രമാത്രം മറ്റൊരു ദർശനവും മറ്റൊരു മതവും ഇവിടെ സ്ത്രീക്ക് പ്രാധാന്യം നൽകിയിട്ടില്ല. ചങ്കൂറ്റത്തോടു കൂടി തുറന്നു പറയാൻ നമുക്ക് സാധിക്കും. അത്രമാത്രം സ്ത്രീയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവ പ്രത്യേകം എടുത്തു പറഞ്ഞു. നിങ്ങൾക്ക് അവരോട് ചില ബാധ്യതകളുണ്ട്. നിങ്ങൾ സ്ത്രീകളോട് നല്ല നിലക്ക് പെരുമാറിക്കൊള്ളുക. അള്ളാഹു നിങ്ങളോട് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു അമാനത്ത് സ്വത്താണ് നിങ്ങളുടെ ഭാര്യമാരെ എന്നുള്ളത്. അതുകൊണ്ട് ഭാര്യമാരെ പ്രയാസപ്പെടുത്തരുത്. അല്പം ദേഷ്യം വരുമ്പോഴേക്കും പെട്ടെന്ന് ദേഷ്യം പിടിച്ചുകൊണ്ട് ഭാര്യയെ കരയിപ്പിക്കുന്ന പുരുഷന്മാരായി, ആണത്തം തെളിയിക്കുന്നവരായി അവരുടെ മുമ്പിൽ മാറാൻ പാടില്ല. സ്നേഹത്തോടു കൂടി തലോടിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന, അവർക്ക് താങ്ങും തണലുമാകുന്ന നല്ലൊരു ഭർത്താവാണ് ഇസ്ലാമിലെ ഭർത്താവ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഭർത്താവായി മാറാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ആണത്തവും നമ്മുടെ കയ്യൂക്കും പ്രകടിപ്പിക്കാനുള്ള ഇടമല്ല നമ്മുടെ ഭാര്യമാർ. സഹോദരങ്ങളെ, നമ്മളത് മനസ്സിലാക്കണം. പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അറഫാ ദിനത്തിൽ വൈകാരികമായി സംസാരിച്ച കൂട്ടത്തിൽ സംസാരിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വർത്തമാന കാലത്തെ സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ചെറിയ കുട്ടികളെ വരെ പീഡിപ്പിക്കുന്ന ഇത്തരം വാർത്തകൾ, പീഡിപ്പിക്കപ്പെടുന്ന വാർത്തകൾ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ചെറിയ കുട്ടികൾ വരെ നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൊച്ചുകുട്ടികൾ പോലും ഇസ്ലാമിക വേഷം ധരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഇസ്ലാം സംരക്ഷണമായി കൊണ്ട് അവർക്ക് നൽകുന്ന വസ്ത്രം. ചെറുപ്പത്തിലെ നമ്മൾ മാന്യമായ വസ്ത്രം ശീലിപ്പിക്കണം എന്ന് ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ട ഒന്നാണ്. സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനങ്ങൾ അവസാനിച്ചു എന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ല. ഇപ്പോഴും നമുക്കാവുന്നില്ല. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിക പ്രബോധനം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്, ഇത് നിങ്ങൾ ഏൽപ്പിക്കണം എന്ന് പറയുന്ന നമ്മെ ഏൽപ്പിച്ചു പോയ അമാനത്താണ് ദീൻ പ്രചരിപ്പിക്കുക എന്നുള്ളത്. പലരും വന്നു പോകുന്നു, സ്വന്തം കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നു, ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്നു, പള്ളിയുമായി ദഅവ പ്രവർത്തനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. എപ്പോഴെങ്കിലൊക്കെ പള്ളിയിൽ വന്നു പോകുന്നു, അതോടുകൂടി തീർന്നു എന്ന് വിചാരിക്കാം. നമ്മുടെ ബാധ്യതയാണ് ഇസ്ലാമിക ദഅവത്ത്, ഓരോരുത്തരുടെയും നിർബന്ധ ബാധ്യതയാണ്. അല്ലാത്തവരെല്ലാം നഷ്ടത്തിലാണ് എന്ന് സൂറത്തുൽ അസ്റിൽ അല്ലാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, എന്നെ കുറിച്ച് പരലോകത്തെ ചോദിക്കും, അപ്പോൾ നിങ്ങൾ എന്താണ് മറുപടി പറയുക എന്ന് വളരെ വൈകാരികമായി സങ്കടത്തോടുകൂടി പ്രയാസത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. ഞാൻ എന്റെ ദഅവത്ത് പൂർത്തിയാക്കി മരണത്തോട് അടുത്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂചനകൾ ലഭിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, എന്നെ കുറിച്ച് നിങ്ങൾ പരലോകത്ത് എന്തു പറയുമെന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഒരേ സ്ഥലത്തിൽ മറുപടി പറഞ്ഞത്, അല്ലാഹുവേ, അല്ലാഹുവിന്റെ സന്ദേശം അങ്ങൊന്ന് ഞങ്ങളെ അറിയിക്കുകയും എല്ലാ ബാധ്യതകളും നിറവേറ്റുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ മറുപടി നൽകും റസൂലേ, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, ഞങ്ങൾ അല്ലാഹുവിന് മുമ്പിൽ അത് മറുപടി പറയുമെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട്, അല്ലാഹുവേ നീ സാക്ഷിയാണ്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ് എന്ന് പറയുകയാണ്. സങ്കടത്തോടുകൂടി കണ്ണുനീരോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സാക്ഷ്യം വഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പ്രിയപ്പെട്ട റസൂൽ, നമ്മൾ ഏറെ സ്നേഹിക്കുന്ന റസൂൽ, മറ്റെന്തിനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന റസൂൽ, നമ്മെ ഏൽപ്പിച്ചു പോയ ഉത്തരവാദിത്തമാണ് ഈ ഇസ്ലാമിനെ സ്നേഹിക്കുക, ഈ ഇസ്ലാം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ബാധ്യത. അതിൽ നമ്മൾ പിന്മാറാൻ പാടില്ല. അതിൽ നമ്മൾ മുന്നിലുണ്ടാവണം. അത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ തിരക്കുകൾ കഴിഞ്ഞിട്ടുള്ള സമയമല്ല, സമയം ഉണ്ടാക്കണം. നമ്മൾ ആരുടെയും ബാധ്യതയില്ല. പള്ളിയിലെ ഉസ്താദിന്റെ ബാധ്യതയില്ല, പള്ളിയിലെ സെക്രട്ടറിയുടെയോ പ്രസിഡന്റിന്റെയോ മാത്രം ബാധ്യതയില്ല, ഏതെങ്കിലും കുറച്ച് ആളുകളുടെ ബാധ്യതയില്ല. ഓരോ മനുഷ്യന്റെയും, ഓരോ വിശ്വാസിയുടെയും, ഇത് അറിഞ്ഞ, ഈ സത്യം മനസ്സിലാക്കിയ ഓരോരുത്തരുടെയും നിർബന്ധ ബാധ്യതയാണ് ഈ ദഅവത്ത് നടത്തുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അത് എത്ര സഹോദരങ്ങളുണ്ട്.
ഒന്ന് പറഞ്ഞു കൊടുത്താൽ, ദീനിന്റെ മനോഹാരിത ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഇങ്ങനെയാണോ ഇസ്ലാം? ഞാൻ വിചാരിച്ചത് അങ്ങനെയല്ലായിരുന്നു. എങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് പഠിക്കണമല്ലോ. പരിശുദ്ധ ഖുർആനിന്റെ മലയാളം ഒന്ന് കിട്ടുമോ? അതൊന്ന് വായിച്ചു നോക്കണം. അവരുടെ മനസ്സ് മാറിയേക്കാം. പക്ഷെ നമ്മൾ എത്തിച്ചു കൊടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ പ്രശ്നം. നമുക്കതിന് സാധിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത് കണ്ണുനീരോടുകൂടി നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അനാ വമൻ ഇത്തഖനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. ഇതാണ് യഥാർത്ഥ മാർഗം. ഇത് ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് ഞാനും എന്റെ ശേഷം വന്ന ആളുകളും പിൻപറ്റിയ മനോഹരമായ മാർഗം ഇതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്, നിങ്ങളിൽ നിന്ന് എപ്പോഴും നന്മ ഉപദേശിക്കുന്ന വിഭാഗം ഉണ്ടാവണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇന്നലെ അറഫയിൽ വെച്ച് ഷെയ്ഖ് സ്വാലിഹ് ബിൻ അബ്ദുല്ലാഹ് ബിൻ ഹുമൈദ് അറഫ ഖുതുബയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഈമാൻ നിലനിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിശാചാണ് നമ്മുടെ ഏറ്റവും പ്രധാന ശത്രുവാണ് എന്ന് ഇന്നലെ അറഫയിൽ വെച്ച് ആ ഷെയ്ഖ് നമ്മോട് പറഞ്ഞ വാക്കുകളാണ്. ശൈത്വാൻ എന്ന ശത്രുവിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്നും ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട വാചകങ്ങളിൽപ്പെട്ടതാണ്, നിങ്ങൾ ശുക്ർ ചെയ്യുന്നവരാണ്, അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണം. ലഅസീദന്നകും, എന്നാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു നൽകും. നമ്മൾ എത്രമാത്രം നന്ദി കാണിക്കുന്നുവോ അതിന് മാത്രം അനുഗ്രഹങ്ങൾ അല്ലാഹു വീണ്ടും വീണ്ടും നമുക്ക് നൽകുമെന്ന് അദ്ദേഹം ശക്തമായി പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മനോഹരമായ പുണ്യകരമാക്കപ്പെട്ട ഈ ദിവസങ്ങളിൽ നിന്നും അറഫയിൽ നിന്നും അറഫ പ്രസംഗങ്ങളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന പ്രഭാഷണത്തിൽ നിന്നുമെല്ലാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയൊരു മനുഷ്യനായി പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് അവന് കീഴൊതുങ്ങി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോരുത്തരോടും ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ ഈദുൽ അദ്ഹ ആഘോഷിക്കുകയാണ്. ഒരുപാട് തിരക്കുകൾക്കും പ്രശ്നങ്ങൾക്കും ഇടയിൽ, അസ്വസ്ഥതകൾക്കും ഇടയിൽ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും തെളിനീരായിക്കൊണ്ട് നമ്മിലേക്ക് നമ്മുടെ മക്കളൊന്നിച്ച് സന്തോഷത്തോടു കൂടി പെരുന്നാൾ ആഘോഷിക്കാനുള്ള ഒരു അവസരം നമുക്ക് കൈവന്നിരിക്കുകയാണ്. അല്ലാഹു അത് സമ്പൂർണ്ണമാക്കി തരുമാറാവട്ടെ. ആ സുദിനത്തിന് ഒരുപാട് പേരുകളുണ്ട്. യൗമുൻ നഹർ എന്ന് പറയും, അറവിന്റെ ദിവസം. യൗമുൽ ഹജ്ജുൽ അക്ബർ എന്ന പേരുണ്ട്, ഈദുൽ അദ്ഹ എന്ന പേരുണ്ട്, യൗമുൽ അദ്ഹ എന്ന പേരുണ്ട്. വളരെ ശ്രേഷ്ഠകരമായ ദിവസം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറയുന്നത്. ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ തുമ്മ യൗമുൽ ഖർബ്. ദിവസങ്ങളിൽ വെച്ച് ശ്രേഷ്ഠകരമായ ദിവസം യൗമുൻ നഹറാണ്, അതായത് ദുൽഹജ്ജ് 10 പെരുന്നാൾ ദിവസമാണ്. പിന്നെ യൗമുൽ ഖർബ് അതിന്റെ തൊട്ടടുത്ത ദിവസം, അതായത് ദുൽഹജ്ജ് 11. ഈ ദിവസങ്ങളെ കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ? പെരുന്നാൾ ദിവസത്തിൽ ഒന്ന് പുതുവസ്ത്രം ധരിക്കുക, ഇല്ലെങ്കിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം നമ്മൾ ധരിക്കണം. പലപ്പോഴും മുമ്പത്തെ പോലെ ഒന്നും ശ്രദ്ധിക്കാത്തൊരവസ്ഥ അതിലേക്ക് വരുന്നത്. കാരണം എല്ലാ ദിവസവും വസ്ത്രത്തിനൊന്നും യാതൊരു പ്രയാസവും ഇല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു വസ്ത്രത്തിൽ പോകാം എന്നുള്ളത് അതല്ല. നമ്മൾ അത് സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ മാറ്റി. ഉള്ളതിൽ പുതിയ വസ്ത്രം ധരിക്കുക, പുതിയ വസ്ത്രം വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക, കഴിയുന്നവരൊക്കെ പുതിയ വസ്ത്രം വാങ്ങാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. സന്തോഷമാണ് ആകണം അന്നത്തെ ദിവസം എന്നുള്ളത്. പിന്നെ പുതുവസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനി ഹസലക ഖൈറഹു വ ഖൈറ മാ സുനിഅ ലഹു വ അഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ സുനിഅ ലഹു. അതുകൊണ്ടുള്ള എല്ലാ ഖൈറും ഞാൻ ചോദിക്കുന്നു, അതുകൊണ്ടുള്ള എല്ലാ ശർറിൽ നിന്നും ഞാൻ രക്ഷ ചോദിക്കുന്നു എന്നുള്ള പ്രാർത്ഥന. ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും എത്രയും മനോഹരമാണെന്ന് ആലോചിച്ചു. ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു പുതിയ വിവാഹ ജീവിതം തുടങ്ങുമ്പോൾ ഭാര്യയുടെ തലയിൽ കൈ വെച്ച് ഭർത്താവ് ചോദിക്കുന്ന ഇവരിൽ നിന്നുള്ള എല്ലാ ഖൈറും ഞാൻ ചോദിക്കുന്നു, എല്ലാ ശർറിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു. അതേപോലെ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ ചോദിക്കും, അതാണ് ചോദിക്കാം. അതായത് ആ ഒരു കാഴ്ചപ്പാട്, മനോഹരമായ ഒരു കാഴ്ചപ്പാട്. മറ്റൊന്ന് പെരുന്നാളിന് ചെയ്യേണ്ടത് കുളിക്കുക, സുഗന്ധം ഉപയോഗിക്കുക. ആ കൂട്ടത്തിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുന്ന സ്ത്രീകൾ സുഗന്ധം ഉപയോഗിക്കുക എന്നത് ഹറാമാണ്. ഒരു സ്ത്രീക്ക് സുഗന്ധം ഉപയോഗിക്കാൻ അനുവാദമുള്ളത് തന്റെ ഭർത്താവിന്റെ മുമ്പിൽ മാത്രം.
പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാമിക വസ്ത്രധാരണം അല്ലെ. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഒരു പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു വസ്ത്രം ധരിച്ചുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കാൻ എത്രമാത്രം വൈരുദ്ധ്യമാണ്, വിരോധാഭാസമാണ്. അതുണ്ടാവാൻ പാടില്ല. പുരുഷന്മാരുടെ വസ്ത്രം നെയ്യാണിക്ക് മുകളിലായിരിക്കാം. അത് അങ്ങനെ തന്നെ ആയിരിക്കാം നമ്മൾ ഈ വസ്ത്രം അടിപ്പിക്കുമ്പോൾ തന്നെ, വസ്ത്രം ഉണ്ടാക്കുമ്പോൾ തന്നെ ചെയ്യിക്കേണ്ടത്. അത് അല്ലാതെ താഴെ പോകുന്നൊരവസ്ഥ നമുക്കുണ്ട്. അതിനാരും പേടിയില്ല. നമുക്ക് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. തക്ബീർ അള്ളാഹുവാണ് വലുത്, വേറെ ആരും നമുക്ക് വലുതല്ല. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ഞാൻ അനുസരിക്കും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അറക്കാൻ തയ്യാറായില്ല. അള്ളാഹു എന്താണോ പറഞ്ഞത്, നമ്മളോട് അറക്കാനൊന്നും പറഞ്ഞിട്ടില്ല. പാന്റ് ഒന്ന് ബിരിയാണിക്ക് മുകൾ അതിന് പോലും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ എത്രമാത്രം വലിയ പരാജയമാണ്. അപ്പൊ വസ്ത്രത്തിന്റെ കാര്യത്തിൽ അതേപോലെ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പെരുന്നാളാണ്, എങ്ങനെയെങ്കിലും ഒക്കെ അടിച്ചു പൊളിക്കുക എന്നല്ല, വസ്ത്രം മാന്യമായി. ഞാൻ കാരണം ഒരു അന്യ പുരുഷൻ തെറ്റായ ഒരു ചിന്ത എന്റെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാവില്ല. മാന്യമായ വസ്ത്രമായിരിക്കും. നമ്മുടെ പെൺമക്കളൊക്കെ നമ്മൾ നോക്കും, നന്നായി ശ്രദ്ധിക്കണം. അത് പിടിച്ചു വലിച്ചുകൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അതുമെല്ലാം അവർക്ക് ബോധം കൊടുത്തുകൊണ്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. നിർബന്ധിപ്പിച്ചോ അടിച്ചോ ഒന്നും തിരുത്താൻ പറ്റുന്ന വിഷയമല്ല. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം വസ്ത്രത്തിന്റെ വിഷയം. പെരുന്നാൾ നമസ്കാരം പള്ളിയിൽ വെച്ചാണ് നിർവഹിക്കുന്നത്. അത് മുസല്ലയിൽ വെച്ചാണ്, ഈദ്ഗാഹിൽ വെച്ചാണ് നിർവഹിക്കുന്നത്. ഇമാം ഷാഫി പോലും അദ്ദേഹത്തിന്റെ അൽ ഉമ്മിൽ പോലും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് സംസ്ഥക്കാരൊന്നും അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇൻഷാ അല്ലാഹ് നാളെ 7:15 നമ്മുടെ ഈദ്ഗാഹ്. മഴയില്ലാത്ത ഇതേപോലെയുള്ള കാലാവസ്ഥയാണ് എങ്കിൽ, അനുകൂലമായ നല്ല കാലാവസ്ഥയാണ് എങ്കിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് സാധാരണ നടക്കുന്നത് പോലെ പള്ളിയുടെ തൊട്ടടുത്തുള്ള വീടിന്റെ മുറ്റത്ത് സാധാരണ നടക്കുന്നത് പോലെ ഈദ്ഗാഹായി നടക്കും. 7:15 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 10 മിനിറ്റ് നേരത്തെ ഇറങ്ങുമ്പോൾ ഒരിക്കലും നമുക്ക് പ്രയാസം ഉണ്ടാകും. നമ്മൾ കാരണം ഒരാളും വൈകരുത്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, വീട്ടിൽ നിന്ന് കുട്ടികളും സ്ത്രീകളൊക്കെ മാറ്റി വരാനുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് നേരത്തെ പെരുന്നാൾ ദിവസമെങ്കിലും നമുക്കൊന്ന് കുറച്ച് നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. നേരത്തെ എണീറ്റ് നമ്മൾ എന്ത് ചെയ്യാം, വളരെ നേരത്തെ 10 മിനിറ്റ് മുമ്പെങ്കിലും പിന്നെ ഈദ്ഗാഹിലെത്തി തക്ബീറൊക്കെ ചൊല്ലി നമസ്കാരത്തിൽ ഇങ്ങനെ ഓരോരുത്തരെ കാത്തു നിൽക്കുന്ന ഒരു പ്രയാസം നമുക്ക് ഒരിക്കലും ഉണ്ടാവരുത്. അത് നമ്മൾ കുറച്ച് നേരത്തേക്ക് 7:15 വിചാരിക്കണ്ട, 7 മണിക്കാന്ന് വിചാരിച്ചാണ്. അപ്പൊ 7:15 നേരത്തെ നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ പിന്നെ വേറെ ഓർമ്മപ്പെടുത്താനുള്ളത്, മഴ ഉണ്ട് എങ്കിലും എന്ത് ചെയ്യാം, ഇവിടെയായിരിക്കും, പള്ളിയിലായിരിക്കും നമ്മുടെ സൗകര്യം ഉണ്ടാവുക. പെരുന്നാൾ നമസ്കാരം നടക്കുക. നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല. പുരുഷന്മാർക്ക് മുകളിൽ കൂടി സൗകര്യമുണ്ട്. ഇവിടെ പുറമെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ ഭാഗത്തുള്ളതിന് പുറമെ താഴെയും സൗകര്യം ചെയ്യുന്നതിന്. അപ്പൊ സ്ഥലമില്ലാത്ത പ്രശ്നം ഉണ്ടാവില്ല. മഴയാണെങ്കിലും സൗകര്യം ഉണ്ടാകും എന്നതൊക്കെയാണ് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇത് 2 സ്ഥലത്തുള്ള ഒരു പ്രതിസന്ധി എന്താന്ന് വെച്ചാൽ, 2 സ്ഥലവും നമ്മൾ തയ്യാറാക്കണം. പള്ളി നമ്മൾ ഒരുക്കണം, മഴ ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ. ഈദ്ഗാഹ് മഴ ഇല്ലാത്തൊരു കാലാവസ്ഥ ആയതുകൊണ്ട് ഈദ്ഗാഹും നമ്മൾ തയ്യാറാക്കും. അതൊക്കെ വലിയൊരു പണിയാണ്. അപ്പൊ അതൊക്കെ ആരാ ചെയ്യാം? നമ്മളാ ചെയ്യാം. അതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ നമ്മളെല്ലാവരും ഇന്ന് രാത്രി നിശാന്റെ ശേഷം നമ്മൾ ഇവിടെ ഉണ്ടാകും. അവിടെ ഈദ്ഗാഹ് ഒരുക്കാൻ ഒരുപാട് പണികൾ. അത് 2-3 ആളുകൾ ചെയ്യാം. അവർക്ക് പെരുന്നാളിനും ബാക്കിയുള്ള കുടുംബ സന്ദർശനമൊന്നുമില്ല. അവർ അങ്ങനെ കഷ്ടപ്പെടുക, എന്നിട്ട് മടുപ്പ് വരുന്ന ഒരു അവസ്ഥ അതുണ്ടാവില്ല. നമ്മളെല്ലാവരും ചെയ്യേണ്ടതാണ്. നമ്മളെല്ലാവരും ദിശാനും ഇവിടെ വരിക, എന്നിട്ട് എന്ത് ചെയ്യുക, സഹകരിക്കാം. അത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂടി കൊടുക്കുക. താഴെ നമുക്ക് സ്ത്രീകൾക്ക് സൗകര്യം ഒരുക്കേണ്ടതുണ്ട്. ഇതൊക്കെ കുറച്ചാളുകൾ മാത്രം ചെയ്യുമ്പോൾ എന്താ വലിയ പ്രയാസമാണ്. അത് എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും കൂടി എല്ലാവരും കൂടുമ്പോൾ എല്ലാവർക്കും വലിയ ആശ്വാസം. അപ്പൊ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം, ഇത് കാര്യത്തിന് മാത്രമല്ല, അതേപോലെ ബലികർമ്മത്തിലും അങ്ങനെ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ആ വിഷയം അവിടെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ സൂചിപ്പിക്കാൻ ചാവും. അതേപോലെ വേറൊന്ന്, ഭക്ഷണം കഴിക്കാതെയാണ് ഈദ്ഗാഹിലേക്ക് വരേണ്ടത് എന്ന്. ഈദുൽ ഫിത്റിന് ഭക്ഷണം കഴിച്ചുകൊണ്ടും ഈദുൽ അദ്ഹയ്ക്ക് ഭക്ഷണം കഴിക്കാതെയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടിരുന്നത് എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന്, നേരത്തെ മുസല്ലയിലേക്ക് പുറപ്പെടുക എന്നുള്ളതാണ് സുന്നത്ത്. അത് നമ്മൾ പറഞ്ഞു. നേരത്തെ എന്നുള്ളത് നമ്മൾ കാരണം വൈകുന്ന അവസ്ഥ ഉണ്ടാവരുത്. തക്ബീർ ചൊല്ലിക്കൊണ്ട് മുസല്ലയിലേക്ക് പോകുക. തക്ബീറുകൾ കൊണ്ട് മുഖരിതമാണ്. ഉറക്കെ തന്നെ തക്ബീർ ചൊല്ലുക. എല്ലാവരും കൂടി തക്ബീർ ചൊല്ലുക. അത് കുട്ടികൾക്ക് മാത്രമുള്ളതല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എല്ലാവരും ഉച്ചത്തിൽ എന്ത് ചെയ്യും, തക്ബീർ ചൊല്ലുക. തക്ബീർ നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് പുണ്യമാണ്. നേരത്തെ ഈദ്ഗാഹിലേക്ക് നമ്മളിങ്ങനെ കാത്തിരിക്കാം. സ്ത്രീകളും കുട്ടികളും ഒക്കെ എന്ത് ചെയ്യാം, നമസ്കാരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചു. സ്ത്രീകളും ഹൈറുള്ള സ്ത്രീകൾ വരെ, അതായത് നമസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകൾ പോലും ഈദ്ഗാഹിലേക്ക് പുറപ്പെടണം. എന്നിട്ട് അവർ ആ മുസ്ലിങ്ങളുടെ ആ പ്രസംഗത്തിലും ദഅവത്തിലും ഒക്കെ ആ സന്ദേശത്തിലും സന്തോഷത്തിലും അവർ പങ്കുചേരട്ടെ. നമസ്കാര സമയത്ത് അവർ മാറി നിൽക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ അത്രമാത്രം സ്ത്രീകളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പെരുന്നാൾ നമസ്കാരത്തിന് എന്നുള്ളതാണ്. പിന്നെ മുസല്ലയിലേക്ക് നടന്നു പോവുക എന്നുള്ളതാണ് മറ്റൊരു സുന്നത്ത്. കഴിയുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യാം, അധികം ദൂരമില്ലാത്ത ആളുകൾ നടന്നു വരാൻ ശ്രദ്ധിക്കുക. 2 വഴികൾ സ്വീകരിക്കാം. ഈദ് നമസ്കാരത്തിന് മുമ്പോ ശേഷമോ സുന്നത്ത് നമസ്കാരം ഇല്ല എന്നത് ശ്രദ്ധിക്കാം. ബാങ്കും ഇഖാമത്തും അതിന് വേണ്ടതില്ല.
പാട്ട് പാടലും സന്തോഷം പ്രകടിപ്പിക്കലൊക്കെ അനുവദനീയമാണ്. അതിൽ കവിയാൻ പാടില്ല. അനിസ്ലാമികവും സംഗീതവും പാടില്ല. മ്യൂസിക് വേറെ, പാട്ട് വേറെ. അത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. മ്യൂസിക് ഹറാമാണ്. തക്ബീർ ശബ്ദം ഉയർത്തുന്നതിൽ കുഴപ്പമില്ല, ശബ്ദം ഉയർത്തി ചൊല്ലിയാണ്. പിന്നെ പെരുന്നാൾ ആശംസകൾ നേരുക എന്നതാണ്. അതിൽ ഏറ്റവും നല്ലത് തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്നുള്ള സന്ദേശം കൈമാറുകയാണ്. പിന്നെ അതേപോലെ പെരുന്നാളിന്റെ അന്ന് തന്നെ ബലി അറുക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമുൻ നഹറിൽ ബലി അറുത്തിരുന്നു. സുമ്മ ഖതബ സുമ്മ ദബഹ. പിന്നെ അന്നത്തെ ദിവസം നമസ്കരിച്ചു, പിന്നെ ഖുതുബ പറഞ്ഞു, പിന്നെ അറുത്തു. ഇങ്ങനെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായത്. പിന്നെ എന്നാൽ ആ ബലികർമ്മം തൊട്ടടുത്ത 3 ദിവസം കൂടി ദുൽഹജ്ജ് 11, 12, 13 അനുവദനീയമാണ്. ആ 4 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം അറക്കാം. ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹജ്ജ് 10-നാണ്. നമ്മൾ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താണ്, നമ്മുടെ ഇവിടെയുള്ള അറവ് നടക്കുന്നത് ഞായറാഴ്ചയാണ്. 2ാമത്തെ ദിവസമാണ്. ദുൽഹജ്ജ് 11-നാണ്. രാവിലെ 7:30. അതും കൂടി കൂട്ടത്തിൽ അറിയിക്കാണ്. എല്ലാവരും സഹകരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും കൂടി സഹകരിക്കുമ്പോഴാണ് അത് മനോഹരമാകുന്നത്. എല്ലാവരും സഹകരിച്ചുകൊണ്ട് ചെയ്യാം. അതിൽ ഷെയർ ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ പുണ്യകർമ്മമാണ്. അതിൽ പരമാവധി സഹകരിക്കണം എന്ന് അതിന്റെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ വേറൊന്ന്, അതിന്റെ മാംസം 3 ദിവസത്തിൽ കൂടുതൽ വെക്കാൻ പാടില്ല എന്നുള്ള തെറ്റായ ഒരു പ്രചാരണം നമ്മളൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്. അത് മുമ്പ് കാലത്ത് അങ്ങനെ കെട്ടുണ്ടായിരുന്നു. പിന്നീട് അതിന്റെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് അനുവദിച്ചിട്ടുണ്ട്. നമുക്ക് 3 ദിവസത്തിൽ കൂടുതൽ ആ മാംസം വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഇറച്ചി, അതിന്റെ മാംസം പാവങ്ങൾക്ക് വിതരണം ചെയ്യാം. അതേപോലെ രോഗികൾ, കുടുംബക്കാർ തുടങ്ങിയ ആളുകളെ പരിഗണിക്കുകയും സന്ദർശിക്കുകയും ചെയ്യുക. ഈ ഒരു ദിവസത്തിൽ മാത്രമായി പ്രത്യേകമായ ഒരു ഖബർ സിയാറത്ത് അങ്ങനെയല്ല. നമ്മൾ മരിച്ച ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഖബർ സിയാറത്തിന് പെരുന്നാളിന്റെ അന്ന് പ്രത്യേകമായിട്ട് ഖബർ സിയാറത്ത് അങ്ങനെ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കാം. എപ്പോഴും ഖബർ സിയാറത്ത് ചെയ്യാം, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. പിന്നെ നിർബന്ധ നമസ്കാരങ്ങളൊന്നും നമ്മൾ ഒഴിവാക്കി കളയരുത്. ഈ ഒരു പേരിൽ പെരുന്നാളാഘോഷമാണ്, അപ്പം എന്ത് ചെയ്യാം, അന്ന് പിന്നെ പള്ളിയിലേക്കൊന്നും പോകണ്ട എന്നുള്ള ധാരണ ഉണ്ടാകും. നമസ്കാരങ്ങളൊന്നും നഷ്ടപ്പെടുത്താൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോവിഡ് എന്ന ആ ഒരു മഹാദുരന്തം നമുക്ക് വലിയ ഞെട്ടുന്ന ഒരു ഓർമ്മയായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അത് വീണ്ടും തിരിച്ചു വരുന്ന വല്ലാത്തൊരവസ്ഥയിലേക്ക് ഇന്നിങ്ങനെ മെല്ലെ രോഗം തിരിച്ചു പോകുന്നുണ്ട്. നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ നന്നായി സൂക്ഷിക്കണം. രോഗം വലിയൊരു പ്രയാസമാണ്. അത് വന്ന ചില ആളുകൾക്ക് വലിയ പ്രയാസമാവും, ചില ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പൊ നമ്മൾ കാരണം ആർക്കും ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതേപോലെ തന്നെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് ഫലസ്തീനിൽ ഈ ഒരു നീറിപ്പുകയിൽ അവസാനിക്കുന്നില്ല. ഇന്നലെയും 100 പേരെ ഒറ്റയടിക്ക് ഇസ്രായേൽ വധിച്ചു എന്ന വാർത്ത നമ്മൾ വായിച്ചു. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രയാസത്തിലാണ്. അവർക്ക് വേണ്ടിക്ക് നമ്മൾ പ്രധാനമായി പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന മനോഹരമായ ദിവസങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരിടം അവർക്ക് കൊടുക്കണം. നമ്മെ പോലെയുള്ള നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ മുഖത്തേക്ക് നോക്കിയിട്ട് അവിടെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഓർക്കണം. എന്നിട്ട് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സ് അങ്ങനെയാവണം. ഏറ്റവും മനോഹരമായി ഇസ്ലാമികമായി ഏറ്റവും സന്തോഷത്തോടു കൂടി ഇത് ആഘോഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ വളരെയധികം സന്തോഷത്തോടു കൂടി ഏറ്റവും നല്ല രീതിയിൽ നാളെ ഈദ് ആഘോഷിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം. അള്ളാഹുവെ ഗസയിൽ ഫലസ്തീനിൽ പിടയുന്ന കുഞ്ഞുങ്ങളുടെ ആ കണ്ണുനീരിന് നീ പരിഹാരം കാണണമേ. അള്ളാഹുവെ ആ ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ നശിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്യണമേ. അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാവിധ തിന്മകളും ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. അള്ളാഹുവെ നിന്റെ ദീനനുസരിച്ച് ജീവിതത്തിൽ അവസാന നിമിഷം വരെ ഇസ്ലാമിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കാനുള്ള ഈമാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ പ്രയാസകരമായ അപമാനകരമായ പരീക്ഷണങ്ങളിൽ നിന്നും നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. അള്ളാഹുവെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.